കഴിഞ്ഞ ക്ലാസ്സിൽ മുറേ ലൂപ്പ് ടെസ്റ്റാണ് ഡിസ്കസ് ചെയ്തത്. അതായത് എർത്ത് ഫാൾട്ട് കണ്ടെത്താനുള്ള, അതായത് ലൊക്കേഷൻ കണ്ടെത്താനുള്ള, ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ എർത്ത് ഫാൾട്ടിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താനുള്ള മെത്തേഡ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, എങ്ങനെയാണത് കണ്ടെത്തുന്നത് എന്നുള്ള മെത്തേഡാണ് മുറേ ലൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ലൂപ്പ് ടെസ്റ്റാണ് എന്ത് വാർലി ലൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയ ആൾക്കാരുടെ പേര് വെച്ചിട്ടാണ് രണ്ടും ഇതാക്കിയിട്ടുള്ളത്. സെയിം മെത്തേഡ് തന്നെയാണ്, നമ്മൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മുറേ ലൂപ്പ് ടെസ്റ്റും വാർലി ലൂപ്പ് ടെസ്റ്റും തമ്മിൽ. മറ്റേത് സിംഗിളായിട്ട് ചെയ്യുമ്പോൾ അത് രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ എന്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫാൾട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കേബിൾ ഫാൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേബിൾ ഫാൾട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒന്നാമത്തത് എർത്ത് ഫാൾട്ടും രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ്, ഒന്നാമത്തത് എർത്ത് ഫാൾട്ടും രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ടും ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഫാൾട്ട് ലൊക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് എന്ന് പറയുന്നത് ടെസ്റ്റ് എൻഡിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മളൊരു വേരിയബിൾ റെസിസ്റ്റൻസ് എന്ത് കൊടുക്കുന്നുണ്ട്, എസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് നമ്മൾ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. മറ്റേതിൽ നമ്മൾ രണ്ട് റെസിസ്റ്റൻസ് ആണ്, ഒരേ റെസിസ്റ്റൻസ് R+R=, R1+S എന്ന് പറഞ്ഞിട്ട് രണ്ടും ഒരേ രീതിയിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ നമ്മളെന്താണ് 3 റെസിസ്റ്റൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. R, X, S എന്ന് പറഞ്ഞിട്ട് 3 റെസിസ്റ്റൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ കണക്ഷനും എന്തുപോലെ തന്നെയാണ്, പഴയ പോലെ തന്നെയാണ്. പക്ഷെ പിന്നെ ഇതിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളൊരു സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അത് 2 പൊസിഷനിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതായത് ആദ്യം ഒന്നാമത്തെ പൊസിഷനിലേക്ക് ഇട്ടിട്ടും പിന്നെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഇട്ടിട്ടും 2 ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ട് ആ 2 ഇക്വേഷൻസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള വഴി കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ടെസ്റ്റ് എൻഡിൽ നിന്ന് എവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഫാൾട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താം എന്നാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ മുറേ ലൂപ്പ് ടെസ്റ്റ് പോലെ തന്നെ പിന്നെ 2 കേബിൾ ഉണ്ടാവും. ഒന്നാമത്തത് ഫാൾട്ടി കേബിൾ ഉണ്ടാവും, രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു സൗണ്ട് കേബിൾ ഉണ്ടാവും. അതായത് അതേ റെസിസ്റ്റൻസും അതേ ലെങ്ത്തും എല്ലാം ഉള്ള ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ലോ റെസിസ്റ്റൻസ് കണക്ഷൻ വെച്ചിട്ട് അത് എന്ത് ചെയ്യാണ്, ഷോർട്ട് ചെയ്യാണ്. ഏത് ഫാർ എൻഡിൽ എന്ത് ചെയ്യാണ്, ഷോർട്ട് ചെയ്യാണ്. പിന്നെ നമ്മുടെ ടെസ്റ്റ് എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 സ്റ്റാൻഡേർഡ് ടെർമിനൽസ് കൊടുക്കുന്നത് P ആൻഡ് Q. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് കഴിഞ്ഞ അല്ലെങ്കിൽ മുറേ ലൂപ്പ് ടെസ്റ്റിൽ മറ്റേ 2 എണ്ണം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്ക് സ്റ്റാൻഡേർഡ് ടെർമിനലായിട്ട് നമ്മളൊരു വേരിയബിൾ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മുറേ ലൂപ്പ് ടെസ്റ്റിൽ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് സ്റ്റോൺ ബ്രിഡ്ജിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. എസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആണ് നമ്മൾ റേഷ്യോ ടെർമിനൽസ് എന്തായിരുന്നു, അതിൽ പിയും ക്യൂവും വാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. ഇതിൽ പിയും ക്യൂവും ഫിക്സ്ഡ് ആണ്, വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് എസ് നമ്മൾ കൂട്ടി ചേർക്കുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വാർലി ലൂപ്പ് ടെസ്റ്റിൽ നമ്മൾ അതിന് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. It is also used to locate the earth fault or short circuit fault in underground cables. This test also use Weisstone bridge principle. Here, ratio arms P and Q are fixed resistance. Balance is obtained by adjusting the variable resistance S is connected to the test end to the faulty cable. അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ മുറേ ലൂപ്പ് ടെസ്റ്റിൽ എന്തായിരുന്നു, 2 റേഷ്യോ ആംസും വേരിയബിൾ ആവാൻ പറ്റുന്നത്. അതായത് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ നൾ ഡിറ്റക്ടർ നള്ള് കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മൾ ആ റേഷ്യോ ആംസിൽ തന്നെ വേരിയേഷൻ വരുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ റേഷ്യോ ആംസ് 2ഉം ഫിക്സ്ഡ് ആണ്. അതായത് പിയും ക്യൂവും ഫിക്സ്ഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിനെ ബാലൻസ് ആക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫാൾട്ടി എൻഡിൽ നിന്നും ടെസ്റ്റ് എൻഡിൽ നിന്നും ഫാൾട്ടി കേബിളിലേക്കുള്ള ഒരു റേഷ്യോ സ്റ്റാൻഡേർഡ് ആം എസ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് വേരിയബിൾ റെസിസ്റ്റൻസ് കൊടുത്തിട്ട് അതും കൂടി അത് വേരി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രിഡ്ജ് ബാലൻസ് ആക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഫോർ ദ എർത്ത് ഫാൾട്ട് ഓർ ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ട് ദ K2 ഈസ് ഇൻ ഫസ്റ്റ് thrown to position 1. The variable resistance S be varied till the bridge is balanced for the resistance valued for S1, and then P by Q is equal to R by X plus S1 എന്ന് പറയുന്നത്. P by Q is equal to R by X plus S1. ഓക്കെ, അത് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഒന്നാമത്തെ പൊസിഷനിലേക്ക് ആക്കുകയാണ് വരുന്നത്. അപ്പോൾ എക്സ് പി ബൈ ക്യൂ, അത് നമുക്കറിയാം റേഷ്യോ ആംസ് രണ്ടും എന്താണ്, പി ബൈ ക്യൂ ആണ്. പിന്നെ ആർ എന്ന് പറയുന്നത് ടെസ്റ്റ് എൻഡിൽ നിന്ന്, അതായത് സൗണ്ട് കേബിളിൻ്റെ ടെസ്റ്റ് എൻഡിൽ നിന്ന് ഫാൾട്ട് വരെയുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ആറായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആറിൻ്റെ അടിയിൽ വരുന്നത്, ബാലൻസ്ഡ് ആക്കുന്നത്. അപ്പോൾ ആ ബാലൻസ്ഡ് ആക്കുമ്പോൾ അവിടെ എന്തൊക്കെ വരും, ബാലൻസ്ഡ് ആക്കുമ്പോൾ അവിടെ എന്തൊക്കെ വരും, എക്സ് വരും. എക്സ് എന്ന് പറഞ്ഞാൽ എവിടെ വരെയാണ്, ഫാൾട്ട് എൻഡ് വരെ വരുന്നില്ല. പിന്നെ റേഷ്യോ ആംസ് വരുന്ന എസ്സും കൂടി കൂടിച്ചേരും. അപ്പോൾ രണ്ടും കൂടിയും എക്സ് പ്ലസ് എസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ആറിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരിക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എക്സ് പ്ലസ് എസ് വൺ എന്ന് സ്റ്റാൻഡേർഡിങ് പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് എന്ത് ചെയ്യാണ്, പി പ്ലസ് ക്യൂ പ്ലസ് വണ്ണ്, അതായത് നമ്മൾ എന്താണ് ഇക്വേഷൻസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, വാരി ചെയ്യുമ്പോൾ എന്താണ്, പി ബൈ ക്യൂ പ്ലസ് വണ്ണ് എന്ന് കൊടുക്കും. അതുപോലെ തന്നെ എന്താണ്, ആർ ബൈ എക്സ് പ്ലസ് എസ് വൺ പ്ലസ് വണ്ണ് എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഈ ഇക്വേഷൻ കിട്ടും. ഏത്, പി പ്ലസ് ക്യൂ is equal to r plus x s1 x plus x1 all divided by x plus x1 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഏത്, പ്ലസ് വണ്ണ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലും ഈ ഇക്വേഷൻ, അതായത് ഒന്നാമത്തെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ പ്ലസ് വണ്ണും ലെഫ്റ്റ് സൈഡിൽ പ്ലസ് വണ്ണും കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും, പി പ്ലസ് ക്യൂ ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് എക്സ് പ്ലസ് എസ് വൺ ഹോൾ ഡിവൈഡർ ബൈ എക്സ് പ്ലസ് എസ് വൺ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇനി അതിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ്, എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, നമുക്ക് എക്സ് ആണ് കിട്ടേണ്ടത്, എക്സ് ഈക്വൽ ടു എന്നാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്നുള്ളത് റൈറ്റ് സൈഡിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ, അതായത് ഈ ഇക്വേഷനെ നമ്മൾ എങ്ങനെ എഴുതും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അതായത് എക്സ് പ്ലസ് എസ് വൺ എന്നുള്ളത് ഇവിടെ വരും. പിന്നെ എന്ത് വരും, ക്യൂ റൈറ്റ് സൈഡിലോട്ട് വിടും, ആർ പ്ലസ് എക്സ് പ്ലസ് എസ് വൺ എന്ന് പറയുന്നത് ഹോൾ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും, പി പ്ലസ് ക്യൂ എന്ന് വരും. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, എക്സ് എസ് വൺ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ പ്ലസ് എക്സ് പ്ലസ് എസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ പി ബൈ ക്യൂ എന്ന് കിട്ടും, അല്ലേ? ഈ പി ബൈ ക്യൂ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എക്സാണ് വേണ്ടത്. അപ്പോൾ ഈ എസ് വണ്ണിനെ നമുക്ക് എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഈ എക്സ് മാത്രം, ഈ എസ് വൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ മൈനസ് എസ് വൺ എന്ന് കിട്ടും, ഇല്ലേ? മൈനസ് എസ് വൺ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ മൈനസ് എസ് വൺ എന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്താണ്, നമുക്കിവിടെ എന്ത് കിട്ടി, എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടി, എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ മറ്റേ ഇക്വേഷന് മൈനസ് വണ്ണ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് വേണം, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അപ്പോൾ ഈ മൈനസ് എസ് വണ്ണിന് എന്തില്ല, ഡിനോമിനേറ്റർ ഇല്ല, പി ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഇല്ല. അപ്പോൾ ആ പി ബൈ ക്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മൈനസ് എസ് വണ്ണിനെ ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യൂ ആർ പ്ലസ് എക്സ് പ്ലസ് എസ് വൺ മൈനസ് എസ് വൺ പി പ്ലസ് ക്യൂ ഹോൾ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതാവുമ്പോൾ നമുക്ക് ക്യൂ ആർ കിട്ടും, അതുപോലെ തന്നെ ക്യൂ എക്സ് കിട്ടും, ക്യൂ എസ് വൺ കിട്ടും, എസ് വൺ പി കിട്ടും, എസ് വൺ ക്യൂ കിട്ടും, എസ് വൺ പി കിട്ടും, അതുപോലെ എസ് വൺ ക്യൂ കിട്ടും. അതിൽ എസ് വൺ ക്യൂവും
അതുപോലെ ഇവിടുത്തെ S1 ക്യൂവും ഇവിടുത്തെ S1 ക്യൂവും കൂടി എന്ത് ചെയ്യും, മൈനസ് ആയതുകൊണ്ട് പ്ലസ് മൈനസ് ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് എന്ന് പറഞ്ഞത് QR എന്ന് കിട്ടും, അതുപോലെ QS എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്തായിട്ട് വിടും, അടുത്ത ഇക്വേഷൻ നെക്സ്റ്റ് ഇക്വേഷൻ വരുന്നത് QR പ്ലസ് QX മൈനസ് PS1 എന്ന് കിട്ടും. അതിൽ നമ്മൾ ക്യൂവിനെ കോമൺ എടുത്താൽ Q ഇൻറ്റു R പ്ലസ് എക്സ് മൈനസ് PS1 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ P പ്ലസ് Q. അപ്പോൾ ഈ ഇക്വേഷനാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, പൊസിഷൻ 2ലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എന്താണ്, നേരത്തെ എസ് എവിടെയാണോ വന്നിരുന്നത്, S1 എവിടെയാണോ വന്നിരുന്നത്, എസ് എന്ന് പറയുന്നത് 2 പൊസിഷൻ മാറ്റുമ്പോൾ S1 S2 ആയിട്ട് എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അത് P/Q = R + X/S2 എന്ന് വരുമ്പോൾ എന്താണ്, രണ്ടാമത്തെ S2. അവിടെ എന്താ വരുന്നത്, അവിടെ എങ്ങനെയാണ് എക്സ് എവിടെ വരിക, ആറിൻ്റെ കൂടെ വരിക. അതായത് നമ്മൾ എന്താണ് പൊസിഷൻ മാറ്റി, സ്വിച്ചിൻ്റെ പൊസിഷൻ ഇങ്ങോട്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്, കണക്ഷൻ വരുന്നത്. കണക്ഷൻ ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുക, കണക്ഷൻ ഇവിടെ വരുമ്പോൾ ഈ ആറിൻ്റെ കൂടെ R + X വരിക അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിലാണ് എക്സ് വരിക, അടിയിൽ എസ് മാത്രം ഉണ്ടാവും. എസ് എന്ന് പറഞ്ഞാൽ S2 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, P/Q = R + X/S2 എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് എന്ത് വേണം, R + X × Q = PS2 എന്ന് പറഞ്ഞ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വരും, ഇവിടെ കിട്ടും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി, R + X × Q = PS2 എന്ന് വന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഇക്വേഷനിൽ എന്താണ്, ഈ R + X × Q എന്നത് PS2 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ എന്തായി, PS2 മൈനസ് PS1 എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഈ PS2നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. ഏത് ഇക്വേഷനിൽ, ഇവിടെ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, PS2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, PS2 മൈനസ് S1 എന്ന് കിട്ടും ഇല്ലേ. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, R + X/all × Q എന്ന് പറയുന്നത് PS2 ആണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് X = PS2 മൈനസ് S1 ഹോൾ ഡിവൈഡഡ് ബൈ P + Q എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യാതെന്ന് അറിയാതിരുന്നത്. ആ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് എന്ത് കിട്ടി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ P എന്ന് പറയുന്നത് നമുക്കറിയുന്ന വാല്യൂ ആണ്. S2 എന്ന് പറയുന്നത് രണ്ടാമത്തെ റേഷ്യോ ആകുമ്പോൾ നമ്മൾ കൊടുത്ത ഒരു വേരിയബിൾ വാല്യൂ ആണ്, അത് നമുക്കറിയാം. S1 എന്ന് പറയുന്നത് നമ്മളെ വേരിയബിൾ വാല്യൂ ആണ്, അത് നമുക്കറിയാം. P + Q, അതിൽ പിയും നമുക്കറിയാം, ക്യൂവും നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ആ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് എന്താണ്, കേബിളിൻ്റെ മീറ്റർ ലെങ്ത് ആണ്. റെസിസ്റ്റൻസ് ഓഫ് ദ കേബിൾ പെർ മീറ്റർ ലെങ്ത് ആണ് R. അതും നമുക്ക് എന്തറിയാം, അത് സൗണ്ട് കേബിളിൻ്റെ എടുത്താൽ മതി. സൗണ്ട് കേബിളിൻ്റെ തന്നെ ആയിരിക്കും എന്തിൻ്റെയും ഫാൾട്ടി കേബിളിൻ്റെയും. അപ്പോൾ അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് = X, അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. R നമുക്കറിയാം. അപ്പോൾ X / R ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടെസ്റ്റ് എൻഡിൽ നിന്നും എത്ര ദൂരത്താണ് ഫാൾട്ട് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതും പിന്നെ രണ്ട് മുറേ ലൂപ്പ് ടെസ്റ്റ് കുറച്ചും കൂടി സിമ്പിളാണ്. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 2 ഇക്വേഷൻസ് വെക്കുന്നത് കൊണ്ട് തന്നെ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്ത് തന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. അതായത് ഒന്നാമത്തെ സ്വിച്ചിലേക്ക് ഇടുന്നു, അപ്പോൾ എക്സിൻ്റെ കൂടെയാണ് എന്ത് വരുന്നത്, എസ് വരുന്നത്. രണ്ടാമത്തെ സ്വിച്ചിലേക്ക് ഇടുമ്പോൾ എന്തിൻ്റെ കൂടെയാണ്, ആറിൻ്റെ കൂടെയാണ് എന്ത് വരുന്നത്, എക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്വിച്ചിക്ക് ഇടുന്നതിനെ S1 എന്നും രണ്ടാമത്തെ സ്വിച്ചിക്ക് ഇടുന്നതിനെ S2 എന്നും എടുക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ എന്തുള്ളൂ, വാർലി ലൂപ്പ് ടെസ്റ്റും മുറേ ലൂപ്പ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ വരുന്നുള്ളൂ. ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് എന്തിനു തന്നെയാണ്, നമ്മൾ പിന്നെ കേബിളിൻ്റെ ഫാൾട്ട് കണ്ടെത്താനാണ്. അതായത് നമ്മളെ ടെസ്റ്റ് എൻഡിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ദൂരത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫാൾട്ട് നടന്നിട്ടുള്ളത്. അത് ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ടും ആവാം, അതുപോലെ തന്നെ എന്ത് ഫാൾട്ടും ആവാം, ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ടും ആവാം, എർത്ത് ഫാൾട്ടും ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വർക്ക് വളരെ
സിമ്പിളാണ് എന്ന് പറയാനുള്ള കാരണം ഈ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വരുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്, വാർലി ലൂപ്പ് ടെസ്റ്റ് കുറച്ച് ഒന്നെന്ത് മുറേ ലൂപ്പ് ടെസ്റ്റിനേക്കാളും എന്താ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള കാരണം. പക്ഷേ മുറേ ലൂപ്പ് ടെസ്റ്റ് അറിയുന്ന ആൾക്ക് എന്ത് ചെയ്യാം, വാർലി ലൂപ്പ് ടെസ്റ്റും അത് ഫോളോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഇത്രയാണ് എന്തെന്ന് പറയുന്നത് എർത്ത് ഫാൾട്ട് കണ്ടെത്താനുള്ള 2 മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ.